ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് നോമ്പ് കാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ലൂക്കാ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 2-ാമത്തെ വചനം നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. പാപത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ട് ആ സെക്കൻഡിലാണ് പിശാച് ആക്രമണം ആരംഭിക്കുന്നത്. ഞാനിന്ന് ധ്യാനിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കാനും തൻ്റെ വശത്താക്കാനും ശ്രമിച്ചതെന്ന്. നമുക്കറിയാം, നമുക്ക് എതിര് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകും ചിലരെന്ന് കാണുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വശത്തേക്ക് ആക്കാനായിട്ട് നോക്കും, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനായിട്ട് നോക്കും. കർത്താവ് ഈശോ മിശിഹ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, പിശാചിൻ്റെ രാജ്യത്തിന് ഭീഷണിയാകും എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയെങ്കിലും ഈശോയെ തൻ്റെ പക്ഷത്തേക്ക് വരുത്താൻ ശ്രമിക്കുകയാണ് പിശാച്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പേർക്ക് നല്ല പ്രലോഭനങ്ങൾ നേരിടാനായിട്ട് തുടങ്ങും. അപ്പോൾ ആരെയാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത്? ആരാണോ പിശാചിന് ഭീഷണിയായിട്ട് മാറുക, ആര് നന്നായി ജീവിച്ചാലാണോ ദൈവരാജ്യം വളരുക, പിശാചിൻ്റെ രാജ്യം തളരുക, അവരെ തൻ്റെ പാട്ടിലാക്കാനായിട്ട് പിശാച് പരിശ്രമിക്കും. അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ വരുന്നത്. പലപ്പോഴും ജനങ്ങൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് പല വിചാരം ഉണ്ടാകുമെന്ന് വെച്ചാൽ എത്ര ശ്രമിച്ചിട്ടും കോൺസെൻട്രേഷനോടുകൂടെ ഫുള്ളായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ധ്യാനിക്കാറുണ്ട്, കർത്താവേ, ഈ പറയുന്ന മനുഷ്യർ ഫുൾ അറ്റൻഷനോടുകൂടെ ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ പിശാചിന് അപകടമുണ്ടാകും, സാത്താൻ്റെ രാജ്യത്തിന് നാശമുണ്ടാകും. അതുകൊണ്ടാണ് അവരെ പല വിചാരം കൊടുത്ത്, പല വിധത്തിലുള്ള ക്ഷീണങ്ങൾ കൊടുത്ത് വിശുദ്ധ കുർബാനയിലുള്ള അവരുടെ പങ്കാളിത്തത്തിൻ്റെ പവർ കുറച്ച് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, കുടുംബ പ്രാർത്ഥന അത് നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുമുള്ളൊരു വേലികെട്ടാണ്, ദൈവീകമായ സംരക്ഷണം. അപ്പം ഏത് കുടുംബമാണോ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ പിശാചിന് കയറിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള ആ വേലിക്കെട്ട് തീർക്കുന്നത്, ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയെ തകർക്കാനാണ് പിശാച് ആദ്യം ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കണം, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ആത്മീയതയെ തകർക്കാനായിട്ട് ധാരാളം പ്രലോഭനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ, എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം പല വിചാരം വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്നും നീ നന്നായാൽ പിശാചിന് അപകടമുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് പ്രലോഭനം ഈ നോമ്പുകാലത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, പിശാചിൻ്റെ ശത്രുവാണ്. അതുകൊണ്ടാണ് നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ പ്രലോഭനങ്ങൾ അതിജീവിക്കണം. കർത്താവായ യേശു വചനം കൊണ്ട് പിശാചിനെ തോൽപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ വചനം വായിക്കാനും നല്ല ശക്തിയോടുകൂടി പിശാചിനെ എതിർത്ത് തോൽപ്പിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചുറ്റും നന്നായി ഒരുക്കും പിശാച്. ഒരു നല്ല അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു കുടുംബം കണ്ടാൽ അവന് പിന്നെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല ആ കുടുംബം തകർക്കാതെ. അതുകൊണ്ട് അവിടെയുള്ള വ്യക്തികളിലൊക്കെ മനസ്സിലേക്ക് ഓരോ സംശയങ്ങളോ അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോവുക. നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മ നിലനിൽക്കട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന നിലനിൽക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായ പരിത്യാഗ പ്രവർത്തികൾ നിലനിൽക്കട്ടെ. നമ്മൾ മൂലം ദൈവരാജ്യം ഈ നോമ്പുകാലത്ത് കൂടുതൽ വളരാനിടയാകട്ടെ. എല്ലാവർക്കും നല്ല നോമ്പുകാലം ആശംസിക്കുന്നു.